പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നത് നുണകൊണ്ടെന്ന് ഇന്ത്യ. S-400 ബ്രഹ്മോസും തകർത്തെന്ന് കള്ളം പ്രചരിപ്പിക്കുന്നു. വ്യോമത്താവളങ്ങൾ തകർത്തുവെന്നും ഇല്ലാ കഥ. സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന വ്യോമത്താവളങ്ങളുടെ ചിത്രം പ്രദർശിപ്പിച്ച് സോഫിയ ഖുറേഷി. രാജ്യം അതീവ ജാഗ്രതയിൽ. 3 സേനാ മേധാവിമാരും പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയെ കണ്ട് രാജ്നാഥ് സിംഗും അജിത് ഡോവലും. ശ്രീനഗറിൽ 2 പാക് പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. ശ്രീനഗറിൽ സൈനിക സംവിധാനം ശക്തമാക്കി ഇന്ത്യ. കശ്മീരിൽ പാക് ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഇന്നലെ കശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയെ അനുഗമിച്ച രജൌരി ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണറും. രജൌരിയിൽ മാത്രം 3 മരണം. മന്ധാറിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ആണവായുധ സുരക്ഷാ ചുമതലക്കാരുടെ യോഗം വിളിച്ച് പാകിസ്ഥാൻ. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് യോഗം വിളിച്ചത് ആണവായുധ സുരക്ഷ പരിശോധിക്കാനെന്ന് വിശദീകരണം. നീക്കം ഇന്ത്യ തിരിച്ചടി തുടരുന്നതിനിടെ. രാജ്യാന്തരതലത്തിൽ സമാധാന ശ്രമം തുടരുന്നു. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥം വഹിക്കാമെന്ന് ചൈന. സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം. ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് G7 രാജ്യങ്ങൾ. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് പാക് സൈനിക മേധാവിയുമായി ഫോണിൽ സംസാരിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ.